ചില കുടുംബ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ മക്കളുടെ ബന്ധങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ ഒക്കെ നമ്മൾ ബലം പ്രയോഗിച്ച് ആ ബന്ധം നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ബലം പ്രയോഗിച്ച് നിലനിർത്തിയിട്ട് എന്താ കാര്യമായിരിക്കണേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ, വലിയൊരു മരം വമ്പൻ കാറ്റ് വീശുമ്പോൾ അത് കടപുഴകി വീഴാറുണ്ട്. അതെന്തോരം ബലം പ്രയോഗിച്ച് നിന്നാൽ പോലും അതിന് നിൽക്കാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് ചുറ്റുമുള്ള ഫോഴ്സുകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഒന്നും ബലം പ്രയോഗിച്ച് നിൽക്കാൻ ശ്രമിക്കരുത്. നമ്മളൊരു ബന്ധം തുടങ്ങുന്നത് അത് സ്ഥിരമായി നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്, ഇല്ലേ? അല്ലാണ്ട് ആരും ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകണം എന്നൊന്നും ഓർത്തുകൊണ്ട് ആരും തുടങ്ങാറില്ല. പക്ഷേ അങ്ങനെ ഒരു ബന്ധം തുടർന്നു പോകുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ശക്തമായ കാറ്റാണ് നമ്മൾക്കെതിരെ വീശുന്നതെങ്കിൽ, നമ്മൾ ആ ബന്ധം ഇട്ടിട്ട് പോരുക തന്നെ വേണം. അതിൽ കടിച്ചു തൂങ്ങിക്കിടക്കരുത്. കാരണം അത് പിന്നീട് നമ്മുടെ ജീവിതം ദുരിതത്തിലാക്കിയുള്ളൂ. നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല, നമുക്കൊരു തമാശ പോലും കണ്ടാൽ ചിരിക്കാൻ സാധിക്കില്ല, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കില്ല. നമ്മൾ മൊത്തം അടിയേ പോകുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ തുടർന്ന് ബലം പ്രയോഗിച്ച് നിൽക്കാതെ നമ്മൾ രക്ഷപ്പെട്ടു പോരുക. അതൊക്കെ ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. ചിലപ്പോൾ ഫാമിലിപരമായിട്ട് അവരങ്ങനെയായിരിക്കാം. ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ കുടുംബപരമായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് വരുന്നവർ. അവരുടെ കുടുംബത്തിലൊക്കെ പോയി നിർഭാഗ്യവശാൽ നമ്മൾ പെട്ടുപോകുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവായി പോരുക. അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ല അതിന്, കേട്ടോ. ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കുക നന്നാവുമെന്ന്. പിന്നെ നന്നായില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോയി നോക്കുക. എന്നിട്ടും നന്നായില്ലെങ്കിൽ നമ്മൾ നമ്മളെ കാര്യം നോക്കി രക്ഷപ്പെട്ടോളുക. അതാണ് വേണ്ടത്, കേട്ടോ.